നമ്മൾ കഴിഞ്ഞ കോഴിക്കോടിൽ നടത്തിയ അവസാന പ്രസ് മീറ്റ് എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറഞ്ഞതാണ്. അന്ന് പലരും നമ്മളെ വിമർശിക്കുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇന്ന് എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് പുറത്തു വരികയാണ്. പോലീസ്, അതായത് DGP ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് വരെ കൊടുത്തു അവിടുത്തെ മിസ്സിങ്ങിന്റെ കാര്യങ്ങൾ, ഓരോ സാധനങ്ങളെ പറ്റി. അപ്പോൾ അതിലിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം, അതിലെ ഗുണ്ടകളും BJP-കാരായിട്ടുള്ള ആൾക്കാരാണല്ലോ പൊതുവെ. കരമന ജയനും ടീമും രാജീവ് ചന്ദ്രശേഖരും ഒക്കെയാണ് ഇവർക്ക് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം യഥാർത്ഥ പ്രശ്നം കേരള പോലീസും മാധ്യമങ്ങളുമാണെന്നാണ്. കേരള പോലീസ് തെറ്റായ റിപ്പോർട്ട് സമർപ്പിച്ചു, മാധ്യമങ്ങൾ അത് തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നു. ഇവരൊക്കെ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി നടക്കുകയാണെന്ന്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഒരു വിഷയം അവിടുന്ന് അല്ലെങ്കിൽ ഒരു സംഭവം മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ, അത് വാർത്തയായാൽ, അതിന്റെ പേരിൽ അന്വേഷണം ഉണ്ടായാൽ, അത് പിന്നെ ഉടനെ അതിനെ റീമേക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. ഒരു ഉദാഹരണം, പൂവട്ടിക എന്ന് പറയുന്ന സാധനം, ഉത്സവത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും, അത് പ്രശ്നമായപ്പോൾ അത് തിരിച്ചു വന്നു. അതെങ്ങനെ തിരിച്ചു വന്നു? അതിനെ റീമേക്ക് ചെയ്തിട്ട് വന്നു. അതിന്റെ ആധികാരികത ഇവിടെ ആരും പരിശോധിക്കാനില്ല. ഇപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ വൈരനാമത്തിന്റെ പേരിലാണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. പോലീസ് പറഞ്ഞത് എന്താണ്? വൈരനാമം അടക്കമുള്ള സാധനം അവിടെ നിന്ന് മിസ്സിംഗ് ആണെന്നാണ്. ആ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ അത് മോഷ്ടിക്കപ്പെട്ടു എന്നല്ല അതിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം എല്ലാ സോഴ്സ് വഴിയും സ്പെഷ്യൽ ബ്രാഞ്ചും ലോക്കൽ പോലീസും എല്ലാം എടുത്ത റിപ്പോർട്ടാണ് DGP പറഞ്ഞത്. എന്നാൽ ഇവരത് വളരെ നിസാരവൽക്കരിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കരമന ജയനെ പോലുള്ള പല BJP-കാരെയും അവിടെ നിയോഗിച്ച് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ കിടന്ന വെള്ളിമാല ഇതുപോലെ മിസ്സിംഗ് ആയ സമയത്ത് അവർ എന്ത് പറഞ്ഞു? അത് അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ചവറിന്റെ അടിയിൽ നിന്നാണ് ആ മാല കൊണ്ടുവന്നത്. അത് ഒറിജിനൽ മാലയാണോ വെരിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഭഗവാന് നൈവേദ്യം വെക്കുന്ന കിണ്ണം ഒറീസ എന്നാണ് കിട്ടിയത്. ഇതൊന്നും കാണാതെ പോയി വന്നപ്പോ കോടതിയിൽ പോലീസ് കേസ് ആയിട്ട് കഴിഞ്ഞാൽ തൊണ്ടി കോടതിയിലാണ് വെക്കേണ്ടത്. ഇത് കോടതിയിൽ വെക്കുന്നില്ല. ഇതെല്ലാം ഇവരുടെ തന്നെ ആൾക്കാർ അവിടെ മാറ്റിമറിച്ച് അട്ടിമറി നടത്തി, അവിടെ തട്ടിപ്പ് നടത്തി. ഈ ഒരു കോക്കസിനെ എതിർക്കുന്നവർക്കൊക്കെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഉദാഹരണം, ഒരു ബബ്ലു ശങ്കർ ഇതിനെതിരെ സംസാരിച്ചിട്ട് ആ പുള്ളീനെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഹൈക്കോടതിയാണ് അവിടെ ബബ്ലുവിനെ തിരിച്ചു കയറ്റിയത്. അപ്പൊ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വൈരനാമത്തിന്റെ ആ സാധനത്തിലെ 8 ഡയമണ്ട് മീൻസ് വൈരം മിസ്സിംഗ് ആണ്. 8 എണ്ണം. ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. അതായത് പോലീസ് പോലും സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 550 കോടിയുടെ മേൽ വില വരുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രഷറാണത്, ഏറ്റവും വലിയ നിധിയാണത്. അതിന് ഇവിടുന്ന് ഓസ്ട്രിയ കേന്ദ്രീകരിച്ചിട്ടുള്ള വിഗ്രഹ മാഫിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ പ്രസ് മീറ്റിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, എല്ലാം കാണിച്ചതാണ്. അപ്പൊ അതിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹാക്ഷേത്രമാണിത്. ഇതിന് BJP സപ്പോർട്ട് ചെയ്യാണ്. ഇത് പിണറായി വിജയൻ നമ്മളുടെ വക്കീലിനോട് വാക്ക് കൊടുത്താണ് കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട്, ഇലക്ഷൻ കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ റിവ്യൂ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനിടയിൽ ഭരണം മാറി. ഇപ്പോ ഇവര് പറയുന്നത് ഇപ്പോ രമേശ് ചെന്നിത്തല അവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്നാണ്. അതെന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ പേരക്കുട്ടി ഈ അശ്വതി തമ്പുരാട്ടിയുടെ പുറത്തിരുന്ന് ആന കളിക്കുന്ന കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത്. നമുക്കറിയേണ്ട ഒരു കാര്യം, UDF ഇവിടെ വന്നത് ഒരു ജനകീയ സർക്കാരായിട്ടാണ്. UDF ജനങ്ങളുടെ ഒപ്പം നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ധാർമ്മികപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ നീതി ഉറപ്പാക്കാനാണോ അതോ കൊട്ടാരത്തിന് വേണ്ടിയിട്ട് ആണോ ഇവര് സേവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ അറിവിൽ രമേശ് ചെന്നിത്തല എന്തെങ്കിലും നാടിന് വേണ്ടിയിട്ടും ധാർമ്മികമായിട്ടും എന്തെങ്കിലും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്റെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു മയക്കുമരുന്നു ഇതിനെതിരെയുള്ള ഫൈറ്റ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് വന്ന സമയത്ത് ആദ്യം എടുത്തത് തൂഫാന്റെ ആ ഒരു നാർക്കോയ്ക്കെതിരെയുള്ള ആക്ഷനാണ്. വർഷങ്ങൾക്കുള്ള ഒരു ബന്ധം കൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹം എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് മാന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു നല്ലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം, ആകെ ഒറ്റ കാര്യം ഞാൻ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, കെ കരുണാകരനെ പാർട്ടിയിൽ തിരിച്ചു കൊണ്ടുവരാൻ. അന്ന് അദ്ദേഹം അത് ചെയ്തു, ഉമ്മൻചാണ്ടിയും അത് ചെയ്തു. അതിന് ഗുരുവായൂരപ്പൻ നമ്മളൊരു നിയോഗമാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇതേപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം,
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. കാരണം അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്, പബ്ലിക്കിന്റെയാണ്. 7.5 ഏക്കർ പറമ്പോക്ക് ഭൂമി എന്ന് പറയുന്നതിലാണ് അതിരിക്കുന്നത്, കൊട്ടാരത്തിന്റെ വകയിൽ. ഈ കൊട്ടാരത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കുറച്ച് രാജഭക്തിയുള്ള കുറച്ച് യൂസ്ലെസ്സുകളുണ്ട്. യൂസ്ലെസ് അവരിപ്പോ തന്നെ പറഞ്ഞ് മീശ പിരിച്ചു വെച്ചിട്ട് പറഞ്ഞു, പിണറായി വിജയനെ തൊട്ടാൽ തലസ്ഥാനം കത്തിയെങ്കിൽ പൊന്ന് തമ്പുരാനെ തൊട്ടാൽ കേരളം കത്തുമെന്ന്. ആ പഴുതാര പോലെ ഒരു മീശയും പിടിച്ചിരിക്കുന്ന ആ ഊളേനെയാണോ പൊന്നു തമ്പുരാൻ എന്ന് പറയുന്നത്? അവന്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? നായാട്ട് നടത്തി വന്നവനാണ്, യുദ്ധം ചെയ്തവനാണ് രാജാവ്. ഒരു കൊതുവിനെ പോലും നേരവേ അടിച്ചിടാൻ പറ്റാത്തവനാണോ രാജാവ്? ഒരു തുരുമ്പ് പിടിച്ച വാളും വെച്ചിട്ട് കുറെ റീലും നടത്തി. എത്ര ഈ പ്രസ് ക്ലബ്ബിൽ ഇരുന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ സ്ത്രീകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല. അത്രയും മോശമായ കാര്യങ്ങളാണ് അയാൾ അവിടെ ചെയ്തു കൂട്ടുന്നത്. ഒരു ADGPക്ക് അവിടെ ഭൂമി കിട്ടിയതിന്റെ പിന്നാമ്പുറ കഥകളെ പറ്റി മാധ്യമങ്ങൾ അന്വേഷിക്കണം. എങ്ങനെയാണ് ADGPക്ക് അവിടെ ലാൻഡ് കിട്ടിയെന്ന്, എന്ത് കാര്യത്തിന്റെ ഒത്തുതീർപ്പിലാണ് ലാൻഡ് കിട്ടിയെന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള പവറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബ്രേക്കിംഗും കൂടെ ഞാൻ തരാണ്. മാധ്യമങ്ങൾ കള്ളന്മാരാണ്, മാധ്യമങ്ങൾ കൊള്ളില്ല, പോലീസ് തെണ്ടിത്തരം കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ പ്രശ്നം നടത്തുമ്പോൾ, കുറച്ച് ദിവസം മുമ്പ് കൊട്ടാരത്തു നിന്ന് സ്വർണ്ണ മോഷണം പോയതും രത്നങ്ങളൊക്കെ മോഷണം പോയതും നിങ്ങളൊക്കെ കണ്ടതാണ്, അറിഞ്ഞാണല്ലേ? വാർത്ത കേട്ടില്ലേ? ആ സ്വർണം മോഷണം പോയതിന്റെ കംപ്ലീറ്റ് സാധനങ്ങളും പോലീസിന് കിട്ടി. ACP സന്തോഷിന്റെ കയ്യിൽ ആ തൊണ്ടി വിറ്റ പൈസ, മീൻസ് ആ മുതൽ വിറ്റ പൈസ എല്ലാം കൊട്ടാരത്തിലെ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലും ആ സ്ത്രീക്ക് വളരെ വേണ്ടപ്പെട്ട വേറൊരാളുടെ അക്കൗണ്ടിലും വന്നു. ഞാൻ അതിപ്പോ പറഞ്ഞാൽ അതിപ്പോ സ്ത്രീ അപമാനിച്ചു എന്ന് പറയും. ഞാൻ അത് പറഞ്ഞില്ല, പോലീസിന്റെ എല്ലാ റിപ്പോർട്ടുണ്ട്, നിങ്ങൾ പോലീസിന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കണം. കാർത്തിക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കമ്മീഷണർ വളരെ സ്ട്രോങ് ആയിട്ട് ആരെടുത്തും വളയാതെ അദ്ദേഹം ഈ അന്വേഷണം നടത്തി വിവരം കൊണ്ടുവന്നു. പക്ഷേ FIR ഇട്ട് കഴിഞ്ഞപ്പോൾ അശ്വതി തമ്പുരാട്ടി എന്ന് പറയുന്ന അവർ പറഞ്ഞ എന്താണെന്നറിയോ? കൊട്ടാരത്തിലെ ആൾക്കാരുടെ പേര് വരികയാണെങ്കിൽ ഇത് പുറത്തു വരരുതെന്ന്. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് ന്യായമാണെന്ന് പറയൂ. ഈ പൈസ ആരുടെ അക്കൗണ്ടിലാ വന്നത്? ഇതെല്ലാം പോലീസിന്റെ കയ്യിൽ കിട്ടി, പക്ഷെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണിത്. ഇതൊരു വലിയ മാഫിയാണ്. ഇതിനെതിരെ ഭദ്രാനന്ദ് അല്ലാതെ ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു രാഷ്ട്രീയ, ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? അവരല്ലേ സംസാരിക്കേണ്ട. ഞാൻ അൺഒഫീഷ്യൽ ഒപ്പോസിഷൻ ലീഡറാണോ ഇവിടത്തെ? എനിക്ക് എന്റെ ജനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തന്ന വിശ്വാസമാണ്. പണ്ട് എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു. സത്യം പറയുന്നവനെ എപ്പോഴും ക്രൂശിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പൊ തന്നെ നിങ്ങളുടെ എല്ലാ യൂണിറ്റും ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത്, ഇപ്പൊ തന്നെ ചോദിക്കൂ. പിണറായി വിജയൻ അടക്കം അറിയുന്ന കേസാണിത്. ഇതിൽ VD സതീശൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു വലിയൊരു ചോദ്യം. ഏറ്റവും വലിയൊരു ചോദ്യം അതാണ്. അദ്ദേഹം വളരെ യുണീക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇത് അൺബൈസ്ഡ് ആയിട്ട് ഇതിലിവിടെ നീതി കിട്ടണം. പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ചെറിയ വിഷയമല്ല, ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് ഈ നടന്നിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കൊട്ടാരത്തിന്റെ അൺവാണ്ടഡ് ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യാൻ ഇവിടെ ഒരു വിങ് വേണം. കൊട്ടാരത്തിനകത്ത് ഒരു സാധാരണക്കാരൻ ഈ അമ്പലത്തിനകത്ത് പോയി കഴിഞ്ഞാൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവന്റെ മുണ്ട് വരെ പോക്കി മെറ്റൽ ഡിറ്റക്ടർ വെച്ച് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം ഉള്ളപ്പോൾ അവിടെ ഈ രാജാവിനും രാജാവിന്റെ പരിചാരകരായിട്ട് നടക്കുന്ന ഈ ക്രിമിനൽസിനൊന്നും പോകുന്നതിന് ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. അജിത് ദോവൽജി വന്നപ്പോൾ പോലും അവിടെ പ്രോപ്പർ ചാനൽ വഴിയാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് അതിനകത്ത് കയറാം, ഇറങ്ങാം, മോട്ടിക്കാം, ഇവർക്ക് ആരെയും വരട്ടാം, ഇവർക്ക് ആരെയും ഇല്ലാണ്ടാക്കാം, ഇവർക്ക് എല്ലാ അനീതികളും ചെയ്യാം. എന്നാൽ ഇവർക്കൊരു ഗ്ലോറിഫിക്കേഷനും ഉണ്ട്, പാലസിന്റെ ഭാഗമാണെന്ന്. ഇത് എന്താ ഈ നടക്കുന്നത് ഇവിടെ? ദിസ് ഈസ് നത്തിങ്, ഒരു ചെറിയ ഒരു രീതിയിലുള്ള ഒരു കാര്യമല്ല. ദിസ് ഈസ് സംതിങ് വെരി സീരിയസ്. BBC വരെ, CNN വരെ എല്ലാ മീഡിയാസും ബി നിലവറ തുറന്നത് ഫോക്കസ് ചെയ്താണ്. ആ ബി നിലവറ തുറന്ന് എടുത്തോണ്ട് പോയ സാധനങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളിത് കൈവയ്ക്കാതെ ഈ സാധനത്തിൽ നീതി കിട്ടില്ല, ഉറപ്പാണ്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. നിങ്ങൾ എന്തെങ്കിലും ഇതിൽ ചെയ്യണം. എന്റെ പൊന്നു ബ്രോ, തിരുവനന്തപുരത്ത് പറഞ്ഞ് പ്രസ് ക്ലബ്ബിൽ അടിയിട്ടായിട്ടാണ് ഇറങ്ങിപ്പോയി. അവസാനം അവരുടെ 2-3 സാധനങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ കുറച്ചു പേര് അത് ഇട്ടു.
ഇട്ടില്ല എന്ന് പറയുന്നില്ല, അവിടെയും ധാർമ്മിക ബോധമുള്ളവരുണ്ട്. പക്ഷെ കംപ്ലീറ്റ് അവർ ബൈസ്ഡ് ആണ്. അവർക്ക് അനങ്ങാൻ പറ്റില്ല. പക്ഷെ മലബാർ എന്ന് പറയുന്നത് എനിക്ക് ഇവിടുത്തെ ചോരയും എനിക്കൊരു ബന്ധമുണ്ട്. ഇതൊരു പോരാട്ട ഭൂമിയാണ്. ഞാൻ ഇവിടെയാണ് പല എക്സ്ക്ലൂസീവ് സാധനങ്ങളും ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രത്യേക ഇന്റൻഷൻ ഒന്നുമില്ല. ശരിയാണെന്ന് തോന്നി അവർ ചെയ്യും. ഞാൻ ഇന്നലെ രാത്രി കാട്ടിക്കിടന്ന് ഉറങ്ങിയിട്ട് എത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. അതിന്റെ വാല്യൂ ഇവിടെ ഉള്ളവർ കാണിക്കാറുണ്ട്. കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പ്രഷറാണ്. ഇത് പറയരുതേ 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 എന്ന്. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നെ ഇവിടെ വരുത്തുന്നത് പത്മനാഭസ്വാമിയാണ്. എല്ലാവരും തിന്മയുടെ പ്രതിരൂപങ്ങളല്ല. എനിക്ക് കുറച്ച് പൈസ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടും എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ കൂട്ടത്തിൽ ചെന്ന് നിന്നാൽ മതി. കാരണം ഞാൻ ആ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ അയാളെ തിരിച്ച് കൊട്ടാരത്തിൽ കയറ്റുന്നത്, മീൻസ് അമ്പലത്തിൽ കയറ്റുന്നത്. അത് റോയുടെ ADGP ആയിരുന്ന കേണൽ PGR നായർ പറയുന്ന റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്ത സാധനം നെറ്റി കിടപ്പുണ്ട്. അദ്ദേഹം അവിടെ കയറിയ കാല് വെട്ടുമെന്ന് പറഞ്ഞു. അത്രയും ഞാൻ കൊട്ടാരത്തിലെ ആൾക്കാരെ സഹായിച്ച ആളാണ്. എനിക്ക് രാജഗുരു പട്ടം തന്നതാണ്. പക്ഷേ എനിക്കിതൊന്നും നോക്കിയിട്ടല്ല. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയണം. അത് എൻ്റെ അപ്പൻ തെറ്റ് ചെയ്താലും ഞാനത് എതിർക്കും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തോക്കുസ്വാമി ആയി പോയത് കേരളത്തിൽ. ഇല്ല, ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ് എന്നൊരു ട്രെയിൻ പോലത്തെ പേരായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഷോർട്ടാക്കിയിട്ട് വെറും സ്വാമി ഭദ്രാനന്ദ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോക്കുസ്വാമി എന്ന് വിളിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. ചിരിക്കണ്ട, അതൊരു ഭയങ്കര രസമുള്ള കഥയാണ്. മെയ് 17, 2008 ആലുവ പോലീസ് സ്റ്റേഷനിൽ തോക്ക് പൊട്ടിയതും, മെയ് 17, 2009 ഭീമാപള്ളിയിൽ തോക്ക് പൊട്ടിയതും, അത് സംബന്ധിച്ച് 6 പേര് മരിച്ചതും അതൊരു മൂവി ആവുന്നുണ്ട്. അപ്പം മനസ്സിലാവും. അപ്പം അത് നല്ല രസമായി, ചിരിക്കുകയല്ല. അത് കുറച്ചുകൂടെ ത്രില്ലിംഗ് മൂവിയാണ്. അല്ലാതെ ഇപ്പം പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇല്ല, പിണറായി വിജയന് അങ്ങനെ മാറിയെങ്കിൽ ഞാൻ തന്തയില്ലാത്തവനായി പോകും. ഒരിക്കലുമില്ല. പിണറായി വിജയൻ തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശരി, VD സതീശൻ അദ്ദേഹം വന്നു, ഓക്കെ, അദ്ദേഹത്തിന് ഇപ്പൊ പാർട്ടിയിൽ എല്ലാവർക്കും ഒരു ചേഞ്ച് വരും, സൊസൈറ്റിയിൽ ജനത്തിന്റെ തീരുമാനമല്ലേ ആരെ എടുക്കണം വേണ്ടെന്ന്. പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ നിലപാട് കെ കരുണാകരൻ, പിണറായി, ഇതൊക്കെയെന്ന് പറഞ്ഞ നിലപാടെടുത്ത നിലപാട് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു പൊളിറ്റിക്കൽ റോൾ മോഡലാണ് അദ്ദേഹം. അതിന് ഒരു മാറ്റവും ഇല്ല. അദ്ദേഹത്തിന് ഇത് മാറിയെന്ന് പറഞ്ഞ് അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിച്ച് മറ്റുള്ളവർക്ക് ജയ് വിളിക്കത്തില്ല. ഇപ്പം സതീശൻ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാണിച്ച് തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് മുഖത്തോക്കി തന്നെ ഞാൻ പറയും. അതിന് ഒരു മാറ്റമല്ല. എനിക്കെന്തിനാ UDF പേടിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ UDF സൂചിപ്പിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. പക്ഷെ പിണറായി ഈസ് എ ലീഡർ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പിണറായിക്ക് ഞാൻ അദ്ദേഹത്തിന്, അതായത് പിണറായി വിജയൻ വിൽ ബി വൈപ്ഡ് ഔട്ട് ഫ്രം ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ എന്ന് ഞാൻ ഒരിക്കൽ 2014 ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒരു പ്രഡിക്ഷൻ സീരീസിൽ ഞാനത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്ലാനറ്റ്സിന്റെയും ഓറയുടെയും ചില പ്രശ്നങ്ങളുള്ളത് ഇറ്റ്സ് ഓൾറെഡി ദെയർ ഇൻ ദ റെക്കോർഡ്. അത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. അതേ ഒരു നല്ല ലീഡറല്ലേ, ബെസ്റ്റ് ലീഡറാ. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു അവസരവാദി ഓർമ്മയുണ്ടോ? അറിയോ? ആ പരനാറി, കുലംകുത്തി, ഈ വർഗീയവാദി, അയാളും അയാളുടെ മോനും എല്ലാവരും കൂടെ ഇപ്പോൾ വീണ്ടും UDF അടുത്ത് ചെന്നിരുന്ന് മസാജിങ്ങും ഷേവിങ്ങുമായിട്ട് പോയിട്ടുണ്ട്. അയാളെ അടുപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് UDF ചിന്തിക്കേണ്ടത്. കാരണം UDF തോക്കാൻ വേണ്ടി തന്നെയാണ് അവർ പ്രവർത്തിച്ചത്. ഇപ്പൊ വീണ്ടും അവിടെ പോയിട്ടുണ്ട്. കാരണം മകേഷിന്റെ അടക്കം എത്ര കൊലപാതകങ്ങൾ, എത്ര ആത്മഹത്യ, എത്ര ആൾക്കാരുടെ ചോരയാണ് ഈഴവർ സമൂഹത്തിൽ അവര് ഊറ്റിയെടുത്ത് കുടിച്ചത്. മോനെ കൊണ്ട് സെൻട്രലിലും വിട്ടിട്ടുണ്ട്. അച്ഛൻ ഇവിടെ പിണറായിയുടെ കൂടെ നടന്നു. ഇപ്പൊ നേരെ VD സതീശന്റെ സൈഡിലോട്ടും രമേശ് ചെന്നിത്തലയുടെ സൈഡിലോട്ടും പോയിരിക്കുകയാണ്. ഒരു കാര്യമുള്ളൂ, രമേശ് ചെന്നിത്തലയും VD സതീശനൊക്കെ ഈ പറയുന്ന പോലെ ഒരു സീതാദേവിയുടെ ഒരു ധർമ്മം പാലിക്കുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. മറിച്ച് ഷക്കീലയുടെ ധർമ്മമാണ് പാലിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിലോട്ട് പോയാൽ മതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.